ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇത്ര കടുത്ത വിമർശനം വേണോ? അച്ഛന് പേടിയില്ലേ? എറണാകുളത്ത് സമാധാന ശ്രമത്തിന് തുരങ്കം വയ്ക്കുന്നത് മാണിപ്പറമ്പിലച്ചനല്ലേ? അതുപോലെ അച്ഛൻ്റെ കൂടെയുള്ള കൽതായവാദികളും. ഇങ്ങനെ പല ചോദ്യങ്ങളും എന്നോട് ചോദിക്കുന്നുണ്ട്. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങളും അതിന് ഞാൻ നൽകിയ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നൽകുന്നത്. നിരവധി പേര് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കമൻസൊക്കെ ഇടുന്നുണ്ട്, നല്ലതും ചീത്തയുമായിട്ട്. അതിലും അതിൻ്റെയൊക്കെ വെളിച്ചത്തിലും കൂടിയാണ് ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഈ വീഡിയോയും കൂടി ഒന്ന് കാണണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ആദ്യത്തെ ചോദ്യം. എറണാകുളത്ത് ബസിലിക്കയുടെ മുമ്പിൽ കുറച്ച് സ്ത്രീകളും അവരുടെ കുട്ടികളും പിന്നെ അവരുടെ ഭർത്താക്കന്മാരും പിന്നെ അവരെ പിന്തുണച്ചും കുറേ പേര് ഇരിക്കുന്നു. ഇപ്പോൾ 10 ദിവസമായി. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ സ്ത്രീകൾ ഇങ്ങനെ വന്നിരിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എൻ്റെ ഉത്തരം ഞാൻ പറയാം. ഒന്നാമതായി, അത് ആത്മാവിൻ്റെ പരിശുദ്ധ റൂഹായുടെ തീയാണ്. ആളി കത്തുന്നില്ല, കെട്ടുപോകുന്നുമില്ല, എന്നാൽ തീനാവുകളുടെ രൂപത്തിൽ അങ്ങ് നിൽക്കുകയാണ്. അത് എരിയാണ്, സഭയോടുള്ള തീക്ഷ്ണതയാൽ എരിയുകയാണ്. പരിശുദ്ധ റൂഹായെ സ്വീകരിച്ചിട്ടുള്ളവരുടെ, ആ റൂഹായുടെ കനല് കെടുത്തിക്കളയാത്തവരുടെ വിശ്വാസത്തിൻ്റെ തീയാണത്, കനലാണത്. ഈ വിലപിക്കുന്നവർ ഭാഗ്യം ചെയ്തവർ എന്ന തിരുവചനത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ബെനഡിക്ട് മാർപ്പാപ്പ നസറത്തിലെ യേശു എന്ന ആ ഗ്രന്ഥത്രയത്തിൽ 1-ാമത്തെ വാല്യത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. തിന്മയുമായി സമരസപ്പെടാതിരിക്കുന്നതാണ് കർത്താവ് സൂചിപ്പിച്ച വിലാപം. തിന്മയുമായി സമരസപ്പെടാതിരിക്കുന്നതാണ് കർത്താവ് സൂചിപ്പിച്ച വിലാപം. സമരസപ്പെടുക, സമവായത്തിന് സമ്മതിക്കാതിരിക്കുന്നതാണ് കർത്താവ് ഉദ്ദേശിച്ച വിലാപം. അപ്പോൾ ഈ സ്ത്രീകളും കുട്ടികളും ഒക്കെ സമവായത്തിന് സമ്മതിക്കാതിരിക്കുന്ന വിലാപത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും അത് ചെയ്യുന്നതിനാൽ ഞാനും ചെയ്യുന്നു എന്നൊരവസ്ഥ വ്യക്തികളെ സമ്മർദ്ദത്തിലാക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ കൈക്കൂലി കൊടുത്തിൽ കാര്യം നടക്കില്ല എന്നൊരവസ്ഥ സമ്മർദ്ദത്തിലാക്കുന്നു. എല്ലാവരും അത് ചെയ്യുന്നാൽ ഞാനും ചെയ്യുന്നു, ഒരവസ്ഥയാണ്, സമ്മർദ്ദത്തിലാക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം എറണാകുളം വിമത വൈദികരെല്ലാം ജനാഭിമുഖം ചൊല്ലുന്നു. മാർപ്പാപ്പയെ അനുസരിച്ച് ഏകീകൃത കുർബാനയാണ് ചൊല്ലേണ്ടതെന്ന് അറിയാമെങ്കിലും മറ്റുള്ളവർ കൂടെയുള്ള വൈദികരൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സമ്മർദ്ദത്തിന് വിധേയപ്പെടാതെ തിന്മയുമായി സമരസപ്പെടാതെ സമവായത്തിന് ശ്രമിക്കാതെ ചെറുത്തു നിൽക്കുന്നതാണ് കർത്താവ് ഉദ്ദേശിച്ച വിലാപം എന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകൾ. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരു ഘടകം കൂടിയുണ്ട്. നേതൃത്വം തന്നെ പിഴച്ചു പോകുമ്പോൾ, അത് സർക്കാരാകാം, സഭാ നേതൃത്വമാകാം, സഭാ നേതൃത്വമോ അല്ലെങ്കിൽ സർക്കാർ തന്നെ പിഴച്ചു പോകുന്നു, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു, വേലി തന്നെ വിളവ് തന്നെ എന്നൊക്കെ പറയല്ലോ. അങ്ങനെ തങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്ന് വരുമ്പോൾ അവർ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് വിലപിക്കുന്നു. ഇതാണ് നിത്യാരാധന കേന്ദ്രത്തിന് മുമ്പിൽ ഈ സ്ത്രീകളൊക്കെ ചെയ്തത്. സ്ത്രീകളും അവരെയുള്ള കൂടെ ഉള്ള സപ്പോർട്ട് ചെയ്തവരൊക്കെ. അതായത് നേതൃത്വം തന്നെ പിഴച്ചു പോയിരിക്കുന്നു, അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു, പണം കട്ടെടുക്കാൻ കൂട്ടുനിൽക്കുന്നു. അങ്ങനെ തങ്ങളെ സഹായിക്കേണ്ടവരാണ് ഇതിന് കൂട്ടുനിൽക്കണേ. അപ്പോൾ പിന്നെ ദൈവമല്ലാതെ മറ്റാരുമില്ല എന്നൊരവസ്ഥ വരികയാണ്. അപ്പോൾ നേതൃത്വം തിന്മയോട് സമരസപ്പെടുമ്പോൾ അതിനോടുള്ള കലാപമാണ്, എതിർ ശബ്ദമാണ് ഈ വിലാപം. അത്തരം എതിർ ശബ്ദങ്ങളെ അനുവദിക്കാൻ ലോകത്തിനോ നേതൃത്വത്തിനോ കഴിയില്ല. ലോകവും പിന്നെ സഭാ നേതൃത്വം ആവശ്യപ്പെടുന്നത്
സമരസപ്പെടലാണ്, ഇണങ്ങിച്ചേരലാണ്, ഒത്തുതീർപ്പുകളാണ്. ഇത് മാർപ്പാപ്പയുടെ വാക്കുകളാണ്, ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. മനസാക്ഷിയുടെ മരവിപ്പിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ആരോപണമായിട്ടാണ് വിലാപത്തെ ലോകം കരുതുന്നത്. അതെ, അതുതന്നെയാണ്, അതങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് വിലപിക്കുന്നവർ ധർമ്മനീതിയെ പ്രതി പീഡിപ്പിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. വിലപിക്കുന്നവർ ധർമ്മനീതിയെ പ്രതി പീഡിപ്പിക്കപ്പെടുന്നു. ഇതാണ് എറണാകുളത്ത് ഈ നിങ്ങൾ കൽദായവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നതിന് കാരണം ഇതാണ്. വിലപിക്കുന്നവർക്ക് പ്രതിഫലമായിട്ട് വലിയ ആശ്വാസം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പീഡിപ്പിക്കപ്പെടുന്നവർക്കുള്ള പ്രതിഫലം തന്നെയാണ് ഇത്, സ്വർഗരാജ്യം. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അപ്പോൾ ഈ രണ്ട് വാഗ്ദാനങ്ങൾ പ്രധാനപ്പെട്ടതാണ്. സ്വർഗരാജ്യം അവരുടേതാണ്. ആരുടെ? ദരിദ്രരുടെയും വിലപിക്കുന്നവരുടെയും. ദൈവത്തിൻ്റെ ശക്തിയുടെ സംരക്ഷണ വലയത്തിൽ നിൽക്കുകയും അവൻ്റെ സ്നേഹത്തിൻ്റെ സുരക്ഷിതം അനുഭവിക്കുകയും ചെയ്യുന്നതാണ് ദൈവരാജ്യം. ദൈവത്തിൻ്റെ ശക്തിയുടെ സംരക്ഷണ വലയത്തിൽ നിൽക്കുക, അവൻ്റെ സ്നേഹത്തിൽ സുരക്ഷിതം അനുഭവിക്കുക. അപ്പോൾ ഈ വിമത വൈദികർക്കോ അൽമായ മുന്നേറ്റക്കാർക്കോ ഇവർ തൊടാൻ കഴിയില്ല. ദൈവരാജ്യത്തിനുള്ളിൽ ഇവരാണ്. ഈ തിന്മയുമായി സഹകരിക്കാതെ, സമരസപ്പെടാതെ, സമവായത്തിന് സമ്മതിക്കാതെ ദൈവത്തിന് മുമ്പിൽ വിലപിക്കുന്നവർ, അവർ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണ്. കാരണം ദൈവത്തിൻ്റെ ശക്തി അവരെ വലയം ചെയ്യുന്നു. ഒരു സംരക്ഷണ വലയത്തിനുള്ളിലാണ് അവർ. അത് വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ടാണ് ഈ ഏതാനും കുറച്ച് പേരല്ലേ ഉള്ളൂ, ഒരു നാണവും മാനവും ഇല്ലാതെ അവർക്ക് ഇരിക്കാൻ എങ്ങനെ പറ്റുന്നതെന്നൊക്കെ ചോദിക്കില്ലേ? അവർക്ക് നാണമാനൊന്നും ഇതിന് പ്രശ്നമില്ല. കാരണം ഒന്ന്, ഉള്ളിൽ പരിശുദ്ധ റൂഹായുടെ അഗ്നി, പുറത്ത് കർത്താവിൻ്റെ സംരക്ഷണ വലയം. അവർ ഭയങ്കര ആനന്ദത്തിലാണ്. കാരണം എന്താ? ഒരുപാട്, അതായത് ജോലിയും എന്തെല്ലാം കാര്യങ്ങളും കഷ്ടനഷ്ടങ്ങൾ സഹിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അവർക്കൊരു ആനന്ദമുണ്ട്. എന്താണ്? ഈ കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിനുള്ളിലാണ്, കർത്താവിന് വേണ്ടിയാണ്, കർത്താവിന് സഭയ്ക്ക് വേണ്ടിയാണ്. അതൊരു ഭയങ്കര ആനന്ദമാണ്. അത് അങ്ങനെയുള്ളവർക്ക് അത് മനസ്സിലാകൂ. മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റുള്ളവർക്ക് ഇത് വെറും എന്താ പറയുക, ഈ സ്ത്രീകൾക്കൊരു പണിയില്ലെന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തലായിരിക്കും. ഇല്ലേ, അവരെ തള്ളകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രായം ചെന്ന ആളാണ് തള്ളകൾ എന്നൊക്കെ വിളിക്കണേ. എന്തെന്നാ പറയുക അവർക്ക്? അങ്ങനെയുള്ള അവമാനമൊന്നും ഇവരെ ഏശില്ല. കാരണം അവർ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലാണ്. ഉള്ളിൽ പരിശുദ്ധ റൂഹായുടെ അഗ്നിയാണ്, അത് എരിയാണ്. അതങ്ങനെ തന്നെ പോകും. അതിന് ഫലം ഉണ്ടാകുകയും ചെയ്യും. തീർച്ചയായിട്ടും അവർ ചെറിയൊരു ഗണമാണ്. പക്ഷെ ആ ചെറിയ ഗണത്തിനാണ് ചെറിയ ഗണമാണ് കർത്താവിൻ്റെ അജഗണം. അവർക്കാണ് കർത്താവ് ദൈവരാജ്യം കൊടുക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും മണവാളനച്ഛന് ഇറക്കി വിടുമെന്ന് അച്ഛൻ കരുതുന്നുണ്ടോ? ഇറക്കി വിട്ടാലും ഇല്ലെങ്കിലും തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും കെണിയിലാണ്. ഇറക്കിയാൽ വിമതരുടെ അപ്രീതി ഉണ്ടാകും. ഇറക്കി വിട്ടില്ലെങ്കിൽ അവരുടെ മേലധികാരിയുടെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ആ വിധി നടപ്പാക്കാതെ ട്രിബ്യൂണൽ പിരിച്ചുവിട്ടാൽ അപ്പോൾ അത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കപ്പെടും. നമുക്കപ്പോൾ ഇതിൻ്റെ വരുംവരായകൾ എന്താണ് നമുക്ക് കാത്തിരുന്ന് കാണാം. കുറച്ച് എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് ഇല്ലേ നടപടികൾ കണ്ട് അത് മാത്രമല്ലല്ലോ, നമ്മൾ അത് മാത്രം വിചാരിച്ചപ്പോൾ ഇതൊക്കെ ഈ സഭയുടെ ജീവിതമാണ്. ഈ നല്ല കാര്യങ്ങൾ മാത്രമല്ല സഭയുടെ ജീവിതം. ഇങ്ങനെയുള്ള നേതൃത്വവും ഇല്ലേ, വളരെ ദുഷിച്ച അഴിമതി നിറഞ്ഞൊരു നേതൃത്വം വരുമ്പോൾ ജനങ്ങൾ അതിനോട് പ്രതികരിക്കുന്നൊരു വിധം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് സഭയുടെ ഒരു വലിയ ഊർജമാണ്. സഭയുടെ വലിയ ഊർജമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഗാന്ധിജിക്ക് നടത്തിയ സമരം പോലുള്ള അത്രയും വലുതല്ലെങ്കിൽ പോലും നമ്മുടെ സഭയിൽ ഈ തലപ്പത്തിരിക്കുന്ന ഭരണത്തിലിരിക്കുന്നവർ നമ്മുടെ കൂടെ അല്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സമരം തന്നെ ദൈവരാജ്യത്തിലെ ജീവിതമാണ്. ഈ സമരം തന്നെ ദൈവരാജ്യത്തിലെ ജീവിതമാണ്. അടുത്ത ചോദ്യം, ഈ 19-ാം തീയതി, ജൂൺ 19-ാം തീയതി വൈദികരുടെ യോഗം കലൂര് റിന്യൂവൽ സെൻ്ററിൽ വിളിച്ചിട്ടുണ്ട് പാമ്പ്ളാനി പിതാവ്. എന്താണ് അവിടെ സംഭവിക്കുക? എന്താണ് അവിടെ സംഭവിക്കുക എന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. ഇതുവരെയുള്ള മട്ടും രീതിയും കണ്ടിട്ട് തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും മറ്റൊരു കെണിയിൽ വീഴാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം. നമ്മൾ ഇത്രയും മുൻകൂട്ടി പറയേണ്ട കാര്യമൊന്നുമില്ല, പ്രവചിക്കേണ്ട കാര്യമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തുകൊണ്ടാണ് കെണിയിൽ വീഴാൻ സാധ്യത എന്ന് ഞാൻ പറയുന്നത്, അവർ മെത്രാൻസിനുടെ തീരുമാനവും മാർപ്പാപ്പയുടെ തീരുമാനവും നടപ്പാക്കാൻ ചങ്കുറപ്പോടെ ഇറങ്ങിത്തിരിക്കാത്രത്തോളം കാലം അവരൊരു കെണിയിലാണ്. അവരങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ, ഇപ്പോഴത്തെ കൂരിയായുടെ കൂടെ ചേർന്ന് ഇറങ്ങിത്തിരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഒരു സംശയ കാര്യത്തിലില്ല. ഏതാനും ദിവസത്തേക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും, പക്ഷെ അതോടെ തീരും.
പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് അവർ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരിക്കലും അവസാനിക്കില്ല, ഒരിക്കലും. അപ്പം അതുകൊണ്ട് ഈ കെണിയിൽ നിന്ന് കെണിയിലേക്ക് വീഴുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാനൊരു എന്താ പറയുക, ഒരു ശുഭാപ്തി വിശ്വാസമല്ലാത്ത സംസാരിക്കുകയാണ് എന്ന് കരുതരുത്. അങ്ങനെയല്ല, ഇതുവരെയുള്ള രീതികൾ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ചോദ്യം. മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കുന്നത് കൽതായവാദികളും മാണിപ്പറമ്പിലച്ഛനുമല്ലേ? എന്തുകൊണ്ടാണ് മേജർ ആർച്ച് ബിഷപ്പിനെയും വികാരി മെത്രാനെയും അച്ഛനും ഈ കൽതായവാദികളും ഇങ്ങനെ അത്യസാധാരണമായ വിധത്തിൽ വിമർശിക്കുന്നത്? അത് സഭയ്ക്ക് നാണക്കേടുണ്ടാക്കില്ലേ? ഈ ആദ്യമേ പറയട്ടെ, കൽതായവാദികൾ എറണാകുളത്തെ മെത്രാന്മാരെ ഒക്കെ നിയമിച്ചപ്പോൾ കൽതായ മെത്രാന്മാരെന്നാണ് വെച്ചിരുന്നത്. അത് കൽതായ നാട്ടിൽ നിന്ന് മെത്രാന്മാർ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നില്ല. പൗരസ്ത്യ സുറിയാനി സഭ, അതാണ് നമ്മുടെ സഭ, സീറോ മലബാർ സഭ. പൗരസ്ത്യ സുറിയാനിക്ക് മറ്റൊരു പേരാണ് കൽതായ ഭാഷ. പൗരസ്ത്യ സുറിയാനി കൽതായ ഭാഷ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ പൗരസ്ത്യ സുറിയാനി ലിറ്റർജിയുടെ ആരാധനയുടെ ഭാഷയിൽ ഉപയോഗിച്ചിരുന്ന സഭയെ കൽതായ സഭ എന്നാണ് പറയണേ. ഈ സഭ തന്നെയാണ്, കൽതായ സഭ തന്നെയാണ് ഈ എറണാകുളത്തുള്ളത്. അതുകൊണ്ട് കൽതായവാദികൾ എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിക്കാരെയാണെന്ന് എറണാകുളംകാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നതാണ്. അവർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളല്ലാതെ ശരിയായ ധാരണകളില്ല. അപ്പം അത് അത് അവർ മാറ്റിയെടുക്കും. അതിനുള്ള സമയം വരുന്നു, നമുക്കത് കാത്തിരിക്കാം. 2, എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ നിങ്ങളൊരു കാര്യത്തിൽ മനസ്സിരുത്തിയിട്ടുണ്ടാവും. ഈ തട്ടിൽ പിതാവിനെക്കുറിച്ചും പാമ്പളാനി പിതാവിനെക്കുറിച്ചും ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെക്കുറിച്ച് തന്നെയല്ല, ബോസ്കോ പിതാവിനെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, എന്നാൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ മാർപ്പാപ്പയോടും മെത്രാൻസിനോടും കൂറ് കാണിച്ചാൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. ഈ എൻ്റെ കൂടെയുള്ള ആളുകളും സപ്പോർട്ട് ചെയ്യും. മാർപ്പാപ്പയ്ക്കെതിരെയും മെത്രാൻസിനെതിരെയും അവർ നിലനിന്നാൽ വിമർശിക്കേണ്ടി വരില്ലേ? വിമർശിക്കണ്ടേ? പിന്നെ സമാധാനം. ഈ ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത്, എൻ്റെ സമാധാനം ഞാൻ നൽകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ലോകം നൽകുന്ന സമാധാനമല്ലല്ലോ കർത്താവ് നൽകുന്ന സമാധാനം. എന്താണ് കർത്താവ് നൽകുന്ന സമാധാനം? സത്യവും നീതിയും സന്നിഹിതമായിരിക്കുന്നതിനെയാണ് സമാധാനം എന്ന് പറയുക. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. ഈ വിവരമില്ലാത്ത ആളുകൾ, പഠിക്കാത്ത ആളുകൾ വെറുതെ വന്ന് ഒരു സ്വസ്ഥത തായോ സമാധാനം തായോ എന്നൊക്കെ പറഞ്ഞാൽ അവർ ക്രിസ്ത്യാനികളെയല്ല. ക്രിസ്ത്യാനികൾക്ക് സമാധാനം എന്തെന്നറിയാം. എന്താണ്? സത്യവും നീതിയും സന്നിഹിതമായിരിക്കുന്ന അവസ്ഥയാണ് സമാധാനം എന്ന് പറയണേ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. സത്യവും നീതിയും സന്നിഹിതമായിരിക്കുന്ന അവസ്ഥയാണ് സമാധാനം. സത്യവും നീതിയും പുലരുന്ന അവസ്ഥ. സംഘർഷമില്ലായ്മയല്ല സമാധാനം. മറിച്ച് സത്യവും നീതിയും സന്നിഹിതമായിരിക്കുന്ന അവസ്ഥ. സത്യവും നീതിയും ഇപ്പോൾ ഇവിടെ സന്നിഹിതമല്ല. എവിടെ? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ. അപ്പോൾ അവിടെ സമാധാനമില്ല. സത്യവും നീതിയും സന്നിഹിതമാകാത്തതിന് കാരണം, ഒരേ ഒരു കാരണം, വിമത വൈദികരും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഇപ്പോഴത്തെ സഭാ നേതൃത്വമാണ്. അപ്പോൾ ആരാണ് സമാധാനത്തിന് കെണി വയ്ക്കുന്നത് അല്ലെങ്കിൽ അള്ളു വയ്ക്കുന്നത്? ഈ വിമത വൈദികരും അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന സഭാ നേതൃത്വമാണ്. ഈ സഭാ നേതൃത്വം അവർ വഹിക്കുന്ന സർവാദരണീയമായ പദവിയോട് കാട്ടുന്ന കൂറില്ലായ്മ, അവരെ അജപാലകരെ നിയമിച്ച സഭാ നേതൃത്വത്തോട് ചെയ്യുന്ന അവിശ്വസ്തത, സകല പരിധികളും ലംഘിച്ചിരിക്കുകയാണത്. അതിലൂടെ 2000 സംവത്സരത്തെ മഹനീയ പാരമ്പര്യമുള്ള സഭയെ നാറ്റിച്ച് നാണം കെടുത്തിയിരിക്കുക. സ്വാഭാവികമായും അവർ കടുത്ത ആരോപണങ്ങൾക്ക് വിധേയമാകും. അതിനെ അവഗണിക്കാൻ പറ്റുമോ? അവർ തിരുത്തണം. സഭാ നേതൃത്വം തിരുത്തണം. ദൈവജനമായ അജഗണത്തെ സഭാവിരുദ്ധരും പാപ്പാവിരുദ്ധരുമായ വിമത വൈദികർക്ക് ഇരയായി എറിഞ്ഞു കൊടുത്താൽ ആ അജഗണം തങ്ങളുടെ ഇടയ ശ്രേഷ്ഠന്മാർക്കെതിരെ രോഷം കൊള്ളും. അത്രേ സംഭവിച്ചിട്ടുള്ളൂ ഇവിടെ. പിന്നെ ഒരേ ബലിപീഠത്തിൽ 2 തരത്തിൽ ബലിസമ്പ്രദായം അടിച്ചേൽപ്പിച്ച് ദേവാലയത്തെ സ്ഥിരമായി വിഭാഗിത ഇടമായി മാറ്റി പരസ്പരം സ്പർദ്ധ വളർത്തി സഭാമക്കളെ തെരുവിലിറക്കി പരസ്പരം പോരടിക്കുവാൻ വിട്ടുകൊടുക്കുന്നത് സഭാ നേതൃത്വമല്ലേ? അപ്പോൾ ഭിന്നതയുണ്ടാക്കുന്നത്, സമാധാനത്തിന് തുരങ്കം വയ്ക്കുന്നത് മാണിപ്പറമ്പിലച്ഛൻ കൽതായവാദികളുമാണോ അതോ സഭാ നേതൃത്വമാണോ? ഇനി 2 തരത്തിൽ എന്ന് കുർബാന ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. അതിലൊന്ന്, ഇതേ സഭാ നേതൃത്വം ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇല്ലിസിറ്റ് കുർബാൻ പങ്കെടുത്താൽ കുർബാനക്കടം തീരില്ലെന്ന് അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ജനാഭിമുഖ കുർബാന എന്ന് പറഞ്ഞിട്ടുള്ള കുർബാന, ഇല്ലിസിറ്റ് കുർബാന, അത് പള്ളിയിൽ വേണമെന്നും ഇല്ലേ, ഒരു കുർബാന ഏകീകരണം മതി, മറ്റൊക്കെ ഇല്ലിസിറ്റ് ആകട്ടെ, അതിൽ നിങ്ങൾ സംബന്ധിച്ചോ എന്ന് പറയുമ്പോൾ പാപം ചെയ്യാനായിട്ട് സഭാ നേതൃത്വം തന്നെ അജഗണത്തെ, ദൈവജനത്തെ
പ്രേരിപ്പിക്കുകയല്ലേ. അതല്ലേ ഭിന്നതയുടെ വിത്ത് പാകുന്നത്. അപ്പം ഭിന്നതയുടെ വിത്ത് പാകുന്നത് ആരാണ്? ഈ സഭാ നേതൃത്വമല്ലേ, അല്ലാതെ ഈ അതിനെ എതിർക്കുന്നവരല്ലല്ലോ. സഭാ എതിർക്കുന്നവരല്ല, സഭാ നേതൃത്വവും വിമത വൈദികരുമാണ് ഭിന്നതയും അസമാധാനവും സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം, അടുത്ത ചോദ്യം, ഏകീകൃത കുർബാന നടപ്പായാലും ഐക്യത പൂർണ്ണമാകുമോ? തീർച്ചയായിട്ടുമില്ല. ഇതൊരു വലിയ പ്രക്രിയയാണ്. തെക്കൻ രൂപതകളിൽ ദേവാലയ വിരികളുടെ ഉപയോഗം തുടങ്ങിയ ഒരുപാട് സുറിയാനി പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവയൊന്നും പലയിടത്തും ഇല്ല. പക്ഷെ അതൊക്കെ വരേണ്ടതുണ്ട്. പക്ഷെ അത് ഒറ്റയടിക്ക് നടപ്പാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ പിന്നെ മെത്രാന്മാർക്ക് ചില വിശേഷ അധികാരങ്ങൾ കാനണിലോ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. മെത്രാന്മാർ വിശേഷാധികാരം ഉപയോഗിക്കുമ്പോൾ തോന്നിവാസം പോലെ ചെയ്യരുത്. ഐക്യതയ്ക്ക് കോട്ടമുണ്ടാക്കുന്ന എക്സെപ്ഷൻസ് കൊടുക്കരുത്, ഡിസ്പെൻസേഷൻ കൊടുക്കരുത്. അപ്പോഴേ ഐക്യത ഉണ്ടാകുക. ഇതിന് ആദ്യം ബോധം വേണ്ടത് മെത്രാന്മാർക്ക് തന്നെയാണ്. മെത്രാന്മാർക്ക് തന്നെ ബോധം വേണം. പിന്നെ അച്ഛന്മാരെ പഠിപ്പിക്കണം, നമ്മുടെ പാരമ്പര്യം ഇതാണ്. അപ്പോൾ അങ്ങനെ സ്ഥിരമായൊരു പ്രക്രിയയിലൂടെ വരുമ്പോൾ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ ഐക്യത കുറേയൊക്കെ സംജാതമാകും. പിന്നെ ദൈവശാസ്ത്രപരമായും ആരാധനപരമായുമുള്ള ഐക്യത കൂടാതെ ബാഹ്യമായുള്ള ഐക്യതയ്ക്കുള്ള സംഗതികളും വേണം. അതേക്കുറിച്ചൊക്കെ ഞാൻ എല്ലാ മെത്രാന്മാർക്കും കത്ത് എഴുതിയിട്ടുണ്ട്. അതൊക്കെ അവർ മനസ്സിലാക്കും, പിന്നീടെങ്കിലും മനസ്സിലാക്കുമെന്ന് ഞാൻ പറയട്ടെ. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ വിമത വൈദികർ ഏകീകൃത കുർബാന ചൊല്ലി തുടങ്ങിയാൽ എത്രയോ വലിയ ഇടർച്ചയാണ് ഒഴിവാകുക. ഈ പുറത്തേക്കുള്ള ഇടർച്ചയെങ്കിലും ഒഴിവാകുമല്ലോ. ഇത്ര സമ്പന്നമായ സഭയുടെ സൽപ്പേര് ചീത്തയാകാതെ സംരക്ഷിക്കപ്പെടുമല്ലോ. നമ്മൾ 55 ലക്ഷത്തിന് താഴെയാണ് സീറോ മലബാർ സഭയിൽ അംഗങ്ങൾ. പക്ഷേ 5.5 കോടിയുടെയോ 55 കോടിയുടെയോ മേലെയാണ്, അതുക്കും മേലെയാണ് നമ്മുടെ സഭയുടെ ഈ തേജസ്, സ്വാധീനം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ സീറോ മലബാർ സഭ, നിങ്ങൾ ലോകത്തെവിടെ പോയാലും നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും കേരളത്തിൽ നിന്നാണോ, കേരളത്തിൽ നിന്നാണോ ചോദിച്ചാൽ ചിലപ്പോൾ ചോദിക്കും സീറോ മലബാർ സഭയിലെ ആണോ. വൈദികർ എവിടെ പോയാലും അങ്ങനെയാണ്. കന്യാസ്ത്രീകളും ഏകദേശം അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അൽമാര കാര്യം എനിക്ക് മുഴുവനായിട്ട് അറിയില്ല. അതായത് ലോകത്തെവിടെ പോയാലും ഇത് ചോദിക്കുന്നു. എന്തുകൊണ്ട്? അതുപോലെ കേരളത്തിന് പുറത്ത് ലത്തീൻ രൂപതയിൽ വർക്ക് ചെയ്യുന്ന 79% വൈദികരും സീറോ മലബാർ സഭയിൽപ്പെട്ടവരാണ്. കന്യാസ്ത്രീമാർ 79%. അവരെല്ലാം ലത്തീൻ സഭയുടെ പാരമ്പര്യങ്ങളാണ് പാലിക്കുന്നത്. അത് ശരി തന്നെ. പക്ഷേ എങ്കിലും സീറോ മലബാർ സഭയിൽപ്പെട്ടവരാണ് അവർ. ഇപ്പം ഞാനിപ്പോൾ ലത്തീൻ രൂപതകളിലാണ് ഞാനിപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. ലത്തീൻ രൂപതയിൽ സേവനം അനുഷ്ഠിക്കുമ്പോൾ പൗരസ്ത്യ സുറിയാനി രീതിയല്ല പാലിക്കേണ്ടത്, ലത്തീൻ രൂപതയുടെ പാരമ്പര്യമാണ് പാലിക്കേണ്ടത്. പക്ഷേ എന്ന് വിചാരിച്ച് ഞാൻ പൗരസ്ത്യനല്ലാതാകുന്നില്ല. പൗരസ്ത്യ സഭകൾ വർക്ക് ചെയ്യുമ്പോൾ പൗരസ്ത്യ സഭകളെ പോലെ ചെയ്യണം. ഈ എറണാകുളത്ത് വിമതർ ചെയ്യുന്നത് എന്താണ്? പൗരസ്ത്യ സഭയിലായിരിക്കുമ്പോൾ ലത്തീൻ പോലെ ചെയ്യുക, ലത്തീൻ ആയിരിക്കുമ്പോൾ പൗരസ്ത്യം പോലെ ചെയ്യുക. അതാണ് തെണ്ടിത്തരം, അതാണ് ചെയ്യാൻ പാടില്ലാത്തത്. ഇത്രയും സ്വാധീനം ഈ സീറോ മലബാർ സഭ ഇങ്ങനെ, അതായത് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ ലത്തീൻ രൂപതകളിലെ ലത്തീൻ കോൺഗ്രിഗേഷനിൽ വർക്ക് ചെയ്യുന്ന 79% പേര് സീറോ മലബാറുകാരാണ്. എങ്ങനെയാണത് ഇങ്ങനെ പച്ചപ്പോടെ നിൽക്കുകയാണ്, തേജസ്സോടെ നിൽക്കുകയാണ്. അതിനെ മുഴുവൻ ഗ്രഹണം ബാധിച്ച്, അതിന് എക്ലിപ്സ് എന്ന് പറയില്ലേ, അതിനെ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം പോലെ മറച്ച് പിടിക്കുന്നത് ഈ വിമത വൈദികരുടെ മൽപ്പിടുത്തം അല്ലെങ്കിൽ പിടിവാശിയല്ലേ. അപ്പം ഇവരെ ഏകീകൃത കുർബാന ചൊല്ലിയാൽ ഇടർച്ചങ്ങ് മാറില്ലേ? നമ്മുടെ തേജസ് വീണ്ടും വെട്ടിത്തിളങ്ങില്ലേ? അങ്ങനെ അങ്ങ് പറയാൻ പറ്റുമോ? എറണാകുളത്തെ മഹാഭൂരിപക്ഷം വരുന്ന വൈദികരുടെ നിലപാടും പരിഗണിക്കേണ്ടതില്ലേ? അല്ലെങ്കിൽ വിഭാഗിത കൂടുകയില്ലേ? ചിലപ്പോൾ സഭ പിളരാൻ പോലും ഇടയാകില്ലേ? ചോദ്യമാണ്. ഇതിനെനിക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, മഹാഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക രീതിയാണ്. 400ഓളം വൈദികരിൽ 200ഓളം വൈദികർ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് സംബന്ധിച്ച് മുൻപ് അവരുടെ പ്രോട്ടസ് എഞ്ചലസിൻ്റെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പം തന്നെ മഹാഭൂരിപക്ഷമില്ല, പകുതിയല്ലേ ഉള്ളൂ, തീർന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഹാഭൂരിപക്ഷം അൽമായരും അവർ നിശബ്ദരാണെങ്കിലും മാർപ്പാപ്പയുടെ കൂടെ നിൽക്കാനാണ്, മെത്രാൻ സിനഡിൻ്റെ കൂടെ നിൽക്കാനാണ്, മാർപ്പാപ്പയെ അനുസരിക്കാനാണ് താല്പര്യം. പക്ഷെ അവരുടെ വികാരിയച്ചൻ അതിന് സമ്മതിക്കുന്നില്ല. വികാരിയച്ചൻ മാർപ്പാപ്പയ്ക്ക് എതിരാണ്. വികാരിച്ചന്മാരെ എതിർത്തൊരു ശീലം കത്തോലിക്ക സഭയിൽ ഇല്ല, ഉണ്ടായിരുന്നില്ല. ഇപ്പം ഇങ്ങനെ പതുക്കെ വരികയാണ്. അത് അങ്ങനെ വികാരിച്ചൻ അനുസരിക്കുക എന്നുള്ളത് അതാണ് നല്ല കീഴ്വഴക്കം. വികാരിച്ചൻ മാർപ്പാപ്പയ്ക്ക് എതിരായത് നമ്മുടെ ദൗർഭാഗ്യം എന്നല്ലാതെ എന്ത് പറയാൻ. അപ്പോൾ വികാരിച്ചന്മാരെ ഇങ്ങനെ ധിക്കരിച്ച ശീലമില്ലാത്തതിനാൽ മഹാഭൂരിപക്ഷം അൽമായരും രംഗത്തേക്ക് ഇറങ്ങുന്നില്ല. പക്ഷേ ഈ അൽമായർക്ക് നേതൃത്വം കൊടുക്കാൻ ഏതെങ്കിലും മെത്രാൻ തയ്യാറായാൽ
ആ അൽമായ മുഴുവൻ മെത്രാന്റെ കീഴിൽ അണിനിരക്കുകയും ഏത് വികാരിച്ചനും അടിയറോ പറയാൻ ബാധ്യസ്ഥനാവുകയും ചെയ്യും. 2, മാർപ്പാപ്പയും പൗരത്വ സ്ഥിരസംഘത്തെയും മെത്രാൻ സിനഡിയും അനുസരിക്കാത്തവർ കത്തോലിക്കരല്ല. അതിനാൽ ഈ വിമത വൈദികരെന്ന് പോലും ഞാൻ ആ വൈദികരെ വിളിക്കാൻ തയ്യാറല്ല. മാർപ്പാപ്പ അനുസരിക്കില്ല, പൗരത്വ സ്ഥിരസംഘത്തെ അനുസരിക്കില്ല, മെത്രാൻ സിനഡിനെ അനുസരിക്കില്ല. മാർപ്പാപ്പ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നെല്ലാം അങ്ങനെ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അവർ കത്തോലിക്കരേ അല്ല. വിമത വൈദികർന്നും അൽമായ മുന്നേറ്റക്കാരെന്ന് പോലും വിളിക്കാൻ കഴിയില്ല. അവർ സഭയ്ക്ക് പുറത്താണ്. പിന്നെ 3ാമത്തെ കാര്യം, സഭ പിളരുമെന്നത് വിമതർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മിത്താണ്. അങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ എത്രയോ നേരത്തെ സംഭവിക്കുമായിരുന്നു. ചുരുങ്ങിയ പക്ഷം കരിയിൽ പിതാവിനെ പുറത്താക്കിയപ്പോഴെങ്കിലും ഇവർ സ്വതന്ത്ര സഭ സ്ഥാപിച്ച് പുറത്തു പോകുമായിരുന്നു. അല്ലെങ്കിൽ സ്വതന്ത്ര സഭയാകുമെന്ന് ഇവർ പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഉണ്ടായില്ല. കാരണം ദൈവജനം കൂടെയില്ല എന്ന തിരിച്ചറിവ്. പിളർന്നു പോയാൽ കത്തോലിക്ക സഭയുടെ പണം അടിച്ചു മാറ്റാൻ കഴിയില്ല എന്ന തിരിച്ചറിവ്. അതൊക്കെ ആ തിരിച്ചറിവൊക്കെ ഇവർക്ക് ഉണ്ടായത് ബോസ്കോ പിതാവിന്റെ കാലത്താണ്, ഇപ്പോഴത്തെ കൂരിയായി വന്നപ്പോഴാണ്. സഭ പിളരുമെന്ന് വിശ്വസിക്കുന്ന ഏക വിഭാഗം സീറോ മലബാർ സഭയിലെ ചില മെത്രാന്മാരാണ്. സഭ പിളരുമെന്ന് വിമതർ പറയുന്നുണ്ട്. അത് ശരിയല്ല, പക്ഷെ അത് വിശ്വസിക്കുന്നവരുണ്ട്. നമ്മുടെ സീറോ മലബാർ സഭയിലെ ഏതാനും മെത്രാന്മാർ. അത് അവരുടെ തന്നെ കഴിവുകേട് വ്യക്തമാക്കുന്നു. സഭ പിളരാത്ത വിധത്തിൽ പ്രശ്നം പരിഹരിക്കാൻ ചെയ്യേണ്ടത് വിമതരുമായുള്ള സഖ്യമല്ല, അതിന് വേറെ വഴികളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കിപ്പോൾ ഇവിടെ വെളിപ്പെടുത്താൻ കഴിയില്ല. അത് വെളിപ്പെടുത്തിയ പിന്നെ ആ പദ്ധതി നടപ്പാവില്ലല്ലോ. ഇനി സഭ പിളരുമെന്ന് വിചാരിക്കുക. സഭ പിളർന്ന് ആദ്യമായിട്ടൊന്നല്ലല്ലോ. ഈശോയുടെ കാലത്താണ് ആദ്യത്തെ പിളർപ്പ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 60 മുതൽ 66 വരെ വായിച്ചു നോക്കൂ. ഈശോയുടെ കാലത്താണ് ആദ്യത്തെ പിളർപ്പ്. പിന്നെ സഭാചരിത്രം എത്രയോ പ്രാവശ്യം സത്യത്തെയും വിശ്വാസത്തെയും ആരാധനക്രമത്തെയും ബലി കഴിച്ചിട്ടുള്ള ഒരു ഐക്യത്തിനും കത്തോലിക്ക സഭ തയ്യാറല്ല, അന്നും ഇന്നും എന്നും. പ്രോട്ടസ്റ്റന്റ് സഭയെ ഐക്യത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആരാധനക്രമവും പൗരോഹിത്യമൊക്കെ ഉപേക്ഷിച്ചോ? സത്യം ത്യജിച്ചിട്ടുള്ള, വിശ്വാസം ത്യജിച്ചിട്ടുള്ള ഒരു ഐക്യതയും സഭ അംഗീകരിക്കില്ല. അത് തട്ടിപ്പാണ്, അതുകൊണ്ടാണ്, വ്യാജമാണ്. അപ്പോൾ ചോദ്യം, അങ്ങനെയെങ്കിൽ അച്ഛൻ്റെ അഭിപ്രായത്തിൽ എന്താണ് പരിഹാര മാർഗം? ആദ്യമേ വേണ്ടത് ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പയോടുള്ള വിധേയത്വവും ചങ്കുറപ്പുള്ള സഭാ നേതൃത്വമാണ്. അതുപോലെ പരിചിത സിംഹാസനത്തോട്, അവിടുത്തെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ. അക്കാര്യത്തിൽ ഒരു ചർച്ചയെ സാധ്യമല്ല. കർത്താവ് സ്ഥാപിച്ചതാണ് ഈ പരമാധികാരം. ഈ പരമാധികാരത്തെ തള്ളിപ്പറയുന്നവരെ കർത്താവിനെയും തിരുവചനത്തെയും തള്ളിക്കളയാണ്. അവർ ക്രിസ്ത്യാനികളെയല്ല, കത്തോലിക്കരെയല്ല. രണ്ടാമതായി, മെത്രാൻ സിനഡിൽ തങ്ങൾ കൂട്ടായെടുത്ത തീരുമാനം നടപ്പാക്കാനുള്ള പ്രതിബദ്ധത വേണം. അതിനുവേണ്ടി മരിക്കാൻ പോലും തയ്യാറാன നിലപാട് മെത്രാന്മാർക്ക് വരണം. അത് ചില സമയത്ത് അത് പുറത്തേക്ക് വ്യക്തമാക്കേണ്ടി വരും. എല്ലാം അടച്ചുപൂട്ടി വെക്കാൻ അങ്ങനെയല്ല. ചിലപ്പോൾ അത് രംഗത്തിറങ്ങേണ്ടി വരും. അങ്ങനെ മെത്രാന്മാർ തന്നെ ഉറച്ചങ്ങോട്ട് നിന്നാൽ വിമതരെ എന്താ പറയുക, വളരെ എളുപ്പത്തിൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും ശക്തിയൊന്നും അവർക്ക് ഇല്ല. പക്ഷെ അതിനൊരു വഴിയുണ്ട് വരുത്താനായിട്ട്. ഞാൻ പറഞ്ഞ വിശദാംശങ്ങൾ എനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല, പക്ഷെ അത് നടക്കും. അതെനിക്ക് 100% ഉറപ്പാണ്. ഈ ഉറച്ചു നിന്നാൽ അവർ വഴിക്ക് വരുമെന്നാണ് ഏറ്റവും വലിയ തെളിവ്. എന്താണെന്നറിയാമോ? ഇപ്പോഴത്തെ അവരുടെ നിലപാട് എന്താണ്? ഈ കൂരിയായി മാറ്റണം. 4 പേരാണ് ഈ കൂരിയായിൽ, അല്ലേ? അവർ 400 പേരുണ്ടെന്ന് പറയുന്നു വിമതർ. ഈ 400 പേരും ഈ 4 പേരുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുകയല്ലേ? എന്താ കാര്യം? ഈ കൂരിയ മാർപ്പാപ്പയ്ക്ക് വിധേയപ്പെട്ട്, മെത്രാൻ സിനഡിന് വിധേയപ്പെട്ട് ഏകീകൃത കുർബാനയും അതുപോലെ കാര്യങ്ങൾ നടപ്പാക്കാൻ തയ്യാറായി നിൽക്കുന്നു. അവരുടെ വ്യക്തിപരമായ മാഹാത്മ്യമൊന്നും അല്ല നമ്മൾ പറയുന്നത്. സഭയുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവർ. എല്ലാ അച്ഛന്മാരും എല്ലാ മനുഷ്യരും പാപികളാണ്. മനുഷ്യരുടെ ഈ ക്രെഡിറ്റ് നോക്കിയിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായ ക്രെഡിറ്റ് അല്ല നമ്മൾ നോക്കുന്നത്. മറിച്ച് സഭയുടെ കൂടെയാണോ, സഭയുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ തയ്യാറാണോ അല്ലയോ? ഈ 4 പേരങ്ങ് ഉറച്ചു നിന്നപ്പോൾ, കൂരിയയിൽ ഉറച്ചു നിന്നപ്പോൾ വിമതർ അജണ്ട തന്നെ മാറ്റി. ഏകീകൃത കുർബാനയല്ല നമ്മുടെ പ്രശ്നം, കൂരിയാണ്. കൂരിയ മാറ്റുക എന്നത് മാത്രമാണ്. എന്തുകൊണ്ട് അവർ അജണ്ട മാറ്റി? ഈ 4 പേര് വട്ടം നിന്ന് കഴിഞ്ഞപ്പോൾ ഈ 400 പേര് മുട്ടുമടക്കി. ഇത് മെത്രാന്മാർ പഠിക്കണ്ടേ? ഈ കൂരിയായോടൊപ്പം മെത്രാന്മാരും കൊണ്ട് ഉറച്ചു നിന്നാൽ പിന്നെ ആരാണ് വിമതരായിട്ടുണ്ടാകുക? എല്ലാവരും അനുസരണത്തിലേക്ക് വരില്ലേ? തെളിവാണ് ഞാൻ പറയുന്നത്. പിന്നെ കൂട്ടായ തീരുമാനത്തെ ഒറ്റിക്കൊടുക്കുന്നവരും ലീക്ക് ചെയ്തു കൊടുക്കുന്നവരായും അത്രമാരുണ്ട് ചിലർ.
അവരെ തള്ളിപ്പറയാനും തിരുത്താനുള്ള ധൈര്യം വരണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരു സഹകരണ സംഘമായി മാറരുത് മെത്രാൻ സംഘം. പരസ്പരം സഹായിക്കുന്ന സഹകരണ സംഘം. ഇപ്പം നമ്മൾ സഹകരണ സംഘങ്ങൾ കണ്ടിട്ടില്ലേ? ഈ അങ്ങോട്ട് സഹായിച്ചിട്ട് ഇല്ലേ 300 കോടി ഇല്ലേ, കരുവന്നൂർ ബാങ്കൊക്കെ എന്ന് പറയുന്നത് 300 കോടി അല്ലേ, അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അത് അഴിമതിയാണ്. അത് അഴിമതിയാണ്. കർത്താവിനോടും കർത്താവിൻ്റെ സഭയോടും കൂറുള്ള മെത്രാന്മാരുണ്ടായാൽ, സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങളോട് കൂറുള്ള മെത്രാന്മാരുണ്ടായാൽ, ആ ഉറച്ച നിലപാട് എടുത്താൽ അപ്പം പ്രശ്നങ്ങൾ ഇല്ലാതാകും. ഈ പരസ്പര സഹായ സഹകരണ സംഘമായിട്ട് മെത്രാന്മാർ വർക്ക് ചെയ്യുന്നെങ്കിൽ അവർ മെത്രാന്മാരല്ല. ഒരു ആത്മീയ സ്ഥാപനമാണ് ഈ മെത്രാൻ എന്ന് പറഞ്ഞാൽ. അത് കർത്താവിനോടും കർത്താവിൻ്റെ സഭയോടുമാണ് കൂറ്. അല്ലാതെ ആ മെത്രാനെ വേദനിപ്പിച്ചാൽ ശരിയാകുമോ, ഇയാളെ വേദനിപ്പിച്ച് എനിക്ക് മറ്റേ സീറ്റ് കിട്ടുമോ, അതൊരു സഹായ സഹകരണ സംഘമാണ്. അത് സഭ എന്ന കത്തോലിക്ക സഭ എന്ന ആത്മീയ സ്ഥാപനത്തിന് ചേർന്നതല്ല. ഇനി മാറ്റം വരേണ്ട ചില സംഗതികൾ ഞാനൊന്ന് പറയട്ടെ. ഈ ഒരു ഉദാഹരണമാണ് ഇത്, വെറും ഉദാഹരണം, ഒരു താരതമ്യം എന്ന് പറയാം. നമ്മളിപ്പോൾ ഈ ലിയോ 14 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആ കോൺക്ലേവും ആ വത്തിക്കാൻ നടന്ന കാര്യങ്ങളൊക്കെ എന്തുമാത്രം വിശുദ്ധിയാണ്. ആ കാണുന്ന രീതി തന്നെ കാണുമ്പോൾ ലോകം മുഴുവൻ അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നത്. കർദിനാൾമാർക്ക് ഒരുപാട് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് മീറ്റിങ്ങുകൾ. കോൺക്ലേവിന് മുമ്പ് തന്നെ ഒത്തിരിയേറെ മീറ്റിങ്ങുകളുണ്ടായിരുന്നു. അവിടെയെങ്കിലും ആരെങ്കിലും പേരാണോ, മാർപ്പാപ്പയുടെ പേരായിട്ട് ആരെ കൊണ്ടുവരണം എന്നാണോ പരാമർശിച്ചത്? അല്ല, അത് മിണ്ടാനേ പാടില്ല. മറിച്ച് കത്തോലിക്ക സഭയുടെ റിസോഴ്സസ്, വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, ഇനി മുന്നോട്ട് പോകേണ്ട വിധങ്ങൾ, വഴികൾ, അങ്ങനെ സഭയുടെ ആ കാര്യങ്ങളാണ് ആലോചിച്ചെന്ന് ചർച്ച ചെയ്തതും. എത്ര വിശുദ്ധി നിറഞ്ഞതായിരുന്നു ആ കോൺക്ലേവും അതിനു മുമ്പുള്ള കൂടിക്കാഴ്ചകളും. ഇനി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴോ ആ സ്ഥാനാരോഹണത്തിൻ്റെ ഗാംഭീര്യം കണ്ടായിരുന്നോ? അതിൻ്റെ പ്രഖ്യാപനത്തിന് ഗാംഭീര്യം, സ്ഥാനാരോഹണത്തിന് ഗാംഭീര്യം. ഈ ഗാംഭീര്യം കളയാതെയുള്ള ലാളിത്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. പാപ്പസ്ഥാനം ഒരു വ്യക്തിയുടെ സ്വകാര്യ സംഗതി അല്ലല്ലോ. അപ്പോൾ അത് ഗാംഭീര്യത്തോടെ വേണം ചെയ്യാൻ. ഞാൻ ഈ മേജർ ആർച്ച് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് സ്ഥാനാരോഹണം വേണ്ടിയിരുന്നതെന്നൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങളും കണ്ടു നോക്കൂ. ഈ സീറോ മലബാർ സഭയിൽ, അത് കത്തോലിക്ക സഭയിലെ 2ാമത്തെ വലിയ സഭയാണെന്ന് ഓർക്കണേ, എങ്ങനെയെങ്കിലും ഒരു പേരിലേക്ക് എത്താനാണ് എപ്പോഴും ശ്രമിക്കണേ. അതിന് വേണ്ട ലോബിയും ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ ആളെടുക്ക് തെരഞ്ഞെടുത്ത പ്രക്രിയ വിശുദ്ധമായ പ്രക്രിയയായിട്ട് ലോകത്തിനോ സഭയ്ക്കോ തോന്നണില്ല. അപ്പം മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ തോന്നുകയും സീറോ മലബാർ സഭയുടെ തെരഞ്ഞെടുപ്പ് തോന്നാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഒരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ പ്രാധാന്യം പോലും നമ്മുടെ സഭാ നേതൃത്വത്തിൽ വന്ന ആ തെരഞ്ഞെടുപ്പിന് കണ്ടില്ല, അതിൻ്റെ വിശുദ്ധിയും കണ്ടില്ല. ഒരു ജനാധിപത്യ ഒരു വിശുദ്ധ പ്രക്രിയ എന്ന് പറയും, ആ വിശുദ്ധി ഒന്നും കണ്ടില്ല. ഒരു വികാരിച്ചും ചാർജ് എടുക്കുന്നതിനേക്കാൾ ചെറിയ തോതിലായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനാരോഹണം. പിന്നെ സ്ഥാനാരോഹണം നടക്കേണ്ട ഒരു സ്ഥലത്ത് വെച്ചല്ല സ്ഥാനാരോഹണം നടന്നത്. ഞാൻ ആവർത്തിക്കുക, ലളിതം എന്നതിന് ഗാംഭീര്യം നഷ്ടപ്പെടുത്തൽ എന്നല്ല അർത്ഥം, ആർഭാടം ഒഴിവാക്കൽ എന്നാണ്. പിന്നെ ഒരു കാര്യം കൂടി, സഭയുടെ നിയമ സംവിധാനം ഉറപ്പുവരുത്തിയിട്ടുള്ള അച്ചടക്ക നടപടികൾ സത്വരമായി സ്വീകരിക്കണ്ടേ? ഈ കാനനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതും അത് ചില അൽമായർക്ക് മാത്രം ബാധകമാണോ? ഏതാനും വൈദ്യരെ ഡിസ്മിസ് ചെയ്യേണ്ടി വരാം. ദുഃഖകരമാണെങ്കിലും വേദനാജനകമാണെങ്കിലും ചെയ്യേണ്ടി വരും. അൽമായമുറ്റം എന്നൊരു സംഘടനയെ ഇല്ലാത്തതിനാൽ അവരുടെ നേതാക്കൾ സഭയിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. പശ്ചാത്തപിച്ച് തിരിച്ചെടുക്കാം. അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നാൽ പോലീസ് സഹായത്തോടെ ബലം പ്രയോഗിച്ചും പുറത്താക്കേണ്ടി വരും. കാരണം വളരെ ലളിതം, സഭയുടെ കെട്ടുറപ്പിനെയും സൽപ്പേരിനെയും കളങ്കപ്പെടുത്തുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യാനായി ഗുണ്ടായുസവും ഭീഷണിപ്പെടുത്തലും ചെയ്യുന്നവരാണ് അവര്. സീറോ മലബാർ സഭയെ സ്നേഹിക്കാതെ മറ്റ് സഭകളുടെ പാരമ്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം സഭയുടെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉപേക്ഷിക്കണമെന്ന് വാദിക്കുന്നവരാണ് അവര്. അവരെ ചേർത്ത് പിടിച്ചാൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയില്ലേ? ഈ സഭ നശിക്കില്ലേ? തന്നെ ഒറ്റക്കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ യുവദാസനെ ഈശോ ചേർത്ത് പിടിക്കുക ചെയ്തത്. അതൊന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞോ? പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞോ? പിന്നെ ഇനി അങ്ങോട്ട് സീറോ മലബാർ സഭയുടെ ലിറ്റർജി, പാരമ്പര്യം, ദൈവശാസ്ത്രം അങ്ങനെ അറിയുന്നവരെ മാത്രമേ മെത്രാന്മാരായി നിയമിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇനിയും സഭ കീഴോട്ട് പോകും. ഓരോ രൂപതയ്ക്കും സംവരണം ചെയ്ത് വീതം വെച്ച് യോഗ്യതയില്ലാത്തവരെ മെത്രാന്മാരാക്കരുത്. വിശേഷിച്ച് ചില നിർണായക സ്ഥലങ്ങളിൽ. അതുപോലെ തന്നെ സഭയെ അനുസരിക്കാത്ത സംഘടനാ നേതാക്കൾ, സഭയുടെ ദൈവശാസ്ത്രം ലിറ്റർജിയും ഇഷ്ടമില്ലാത്ത മതാധ്യാപകര്, അവരൊക്കെ മാറ്റി പുതിയ ആളുകളെ വെക്കണം. ബൈബിള്, സഭ, ലിറ്റർജി ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരവും
സുറിയാനി സഭയുള്ള പ്രതിബദ്ധതയും ഉള്ളവരെ നിയമിക്കണം. സ്ഥിരമായ മോണിറ്ററിംഗ് സംവിധാനം വേണം. ഇതൊക്കെ നമുക്ക് ഏർപ്പെടുത്താൻ പറ്റും. അതിനുള്ള റിസോഴ്സസ് നമ്മുടെ സഭയ്ക്കുണ്ട്. അച്ചോ, അപ്പോൾ വിമത വൈദികരെയും ആത്മായ മുന്നേറ്റക്കാരെയും കേൾക്കേണ്ടതില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? അല്ല അല്ല, കേൾക്കണം. പക്ഷെ അവരെ കേൾക്കണമെങ്കിൽ ചില സാഹചര്യങ്ങൾ രൂപപ്പെടണം. ഉദാഹരണം, മാർപ്പാപ്പ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്ന് അവരിപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അത് നിർത്തിയിട്ട് വേണം അവരുമായി ചർച്ചയ്ക്ക് പോകാൻ. അവർ നിർത്തുമെന്ന് ഉറപ്പ് തരണം, നിർത്തണം. അല്ലാതെ അവരുമായി ചർച്ചയ്ക്ക് പോകാൻ പാടില്ല. സീറോ മലബാർ സഭയുടെ സിനഡ് ആവശ്യപ്പെട്ടതനുസരിച്ച് മാർപ്പാപ്പ സ്വന്തം പ്രതിനിധിയായി അയച്ച പൊണ്ടിഫിക്കൽ ഡെലിഗേറ്റ് സിറിൽ വാസിൽ പിതാവിനെ വാസു എന്ന് വിളിച്ച് കളിയാക്കുകയും അതിന്റെ മാർപ്പാപ്പയെ തന്നെ അധിക്ഷേപിക്കുകയും ചെയ്തു. മാത്രമല്ല, സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് അദ്ദേഹം ശക്തമായ നടപടികൾ എടുത്തപ്പോൾ അദ്ദേഹത്തിനെതിരെ കുപ്പിയെറിഞ്ഞ് ആട്ടിപ്പായിച്ചു. അദ്ദേഹത്തിനെതിരെ കേസുകൾ കൊടുത്തു. അദ്ദേഹം തന്നെ ഈ വിമതർക്കെതിരെ നടപടികൾ ആവശ്യപ്പെട്ടു. ആ നടപടികൾ പ്രാബല്യത്തിലാക്കണ്ടേ? എങ്കിലല്ലേ പ്രശ്നം പരിഹരിക്കപ്പെടൂ. ആലഞ്ചേരി പിതാവിനെതിരെ ഇല്ലാത്തൊരു ഭൂമി കൊമ്പോകണ കേസ്, അത് തെളിയിക്കാൻ വ്യാജരേഖ ചമയ്ക്കല്, ആലഞ്ചേരി പിതാവ് മാറിയാൽ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന വ്യാജ വാഗ്ദാനം, ആലഞ്ചേരി പിതാവിനെതിരെ വത്തിക്കാലിക്ക് കത്തെഴുതൽ, അതിൽ നേതൃത്വം കൊടുത്തവരിൽ ചിലർ തന്നെ സഭയുടെ നേതൃത്വത്തിലേക്ക് വരിക, വർഗസ്നേഹത്തിന്റെ പേരിൽ അഴിമതിയും സ്വജനപക്ഷപാതവും മുഖമുദ്രയാക്കി മുഖമുദ്രയാക്കിയവരെ, ആ മെത്രാന്മാരെ മുഖമുദ്രയാക്കിയ മെത്രാന്മാരെ ചേർത്ത് പിടിക്കുക. ഇവയെല്ലാം തീർത്തും അധാർമികമാണ്. ഇവ ചെയ്തവരെ മാറ്റി നിർത്തുക തന്നെ വേണം. എങ്കിലേ സഭയുടെ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയൂ. പിന്നെ അടുത്ത കാലത്തുണ്ടായ കുറേ സംഗതികൾ സഭാ നേതൃത്വം തന്നെ സംശയത്തിൻ്റെ നിഴലിലാക്കുകയാണ്. അരമന അതിക്രമിച്ച് കയറിയവരുമായി ചർച്ച, അവർക്ക് ചില വാഗ്ദാനങ്ങൾ എഴുതി കൊടുക്കുക, വൈദികനെ ആക്രമിച്ചവരെ സംരക്ഷിക്കുക, ഏകീകൃത കുർബാന ചൊല്ലാൻ തയ്യാറായി ഇടവകയിലും ഇല്ലിസിറ്റ് കുർബാന നടപ്പാക്കാൻ ശ്രമിക്കുക, മെത്രാൻസിന്റെ തീരുമാനം നടപ്പാക്കാൻ ശ്രമിക്കുന്ന കൂരിയായെ പിരിച്ചുവിടാൻ ശ്രമിക്കുക, അതിനുവേണ്ടി നിയമസാധുതയില്ലാത്ത യോഗം വിളിക്കുക, ആ യോഗത്തെ സംബന്ധിച്ചവരിൽ പലരും അയോഗ്യതയുള്ളവർ, അതിൽ പൗരത്വ സംഘത്തിന്റെ തലവനെതിരെ ദുരാരോപണം, തങ്ങൾക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ച കോടതിയെ പിരിച്ചുവിടാൻ ശ്രമിക്കുക. തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് സഭാ നേതൃത്വം പോകുന്നത്. ഇവയെല്ലാം ഔദ്യോഗികമായി വത്തിക്കാൻ അറിയിച്ച് യുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ വത്തിക്കാനെ സഹായിക്കേണ്ടത് എറണാകുളത്തെ കൂരിയായും പെർമനന്റ് സിനഡും മറ്റു മെത്രാന്മാരുമാണ്. അതാണ് ഔദ്യോഗിക ചാനൽ. അവർ അത് ചെയ്യുന്നുണ്ടെന്നാണ് ദൈവജനം കരുതുന്നത്. ഏതായാലും നീതി കിട്ടുന്നത് വരെ ദൈവജനം പെരുമാറില്ല. രക്തം ചിന്തിയാണ് തോമസ് ലീഗ വിശ്വാസത്തിന്റെ വില പഠിപ്പിച്ചത്. രക്തം ചിന്താനും തയ്യാറായിട്ടാണ് ദൈവജനം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഞാൻ അവരുടെ കൂട്ടത്തിലാണ്. അച്ചോ, വടക്കുള്ള മെത്രാന്മാർ തെക്കുള്ള മെത്രാന്മാർ എന്നീ പരാമർശം ഉണ്ടായല്ലോ, അതിൽ വാസ്തവമുണ്ടോ? വാസ്തവമുണ്ട്. വാസ്തവത്തിൽ അതായത് സീറോ മലബാർ സഭയിൽ പാപകരമായ പ്രാദേശികവാദമുണ്ടെന്ന് പല വീഡിയോസിലൂടെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പരിഹരിക്കാൻ ചില മാർഗങ്ങളും ഞാൻ പങ്കുവച്ചിരുന്നു. വളരെ ഫലപ്രദമായ മാർഗങ്ങളാണെങ്കിലും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ പറ്റാത്തവർക്ക്, അറിയാത്തവർക്ക് അവ പ്രായോഗികമായി അനുഭവപ്പെടണമെന്ന് നിർബന്ധമില്ല. കാരണം ചിലതെല്ലാം വലിയ വലിയ പ്രോജക്റ്റുകളാണ്. പിന്നെ ഇപ്പോൾ ഈ വടക്കുള്ള മെത്രാന്മാർ തെക്കുള്ള മെത്രാന്മാർ ഞങ്ങൾക്കെതിരാണെന്നുള്ള മട്ടിലൊക്കെ പ്രചരിപ്പിച്ചത് ആ പ്രാദേശികവാദം ആളെ കത്തിക്കാനേ ഉപകരിച്ചിട്ടുള്ളൂ, പരിഹരിക്കാനല്ല. പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഞാൻ എല്ലാ മെത്രാന്മാരും എഴുതി അറിയിച്ചിരുന്നു. പക്ഷേ 2 പ്രാവശ്യം എഴുതി അറിയിച്ചു. ഇദ്ദേഹം ചെയ്തത് ഈ പ്രാദേശികമെന്ന് ആളി കത്തിച്ച് അത് തനിക്ക് അനുകൂലമാക്കി വരുത്താനുള്ള ഒരു ശ്രമമാണ്. അതൊരു മെത്രാന് ചേർന്ന പണിയല്ല. മെത്രാൻ എന്നല്ല, ഒരു മനുഷ്യനും ചേർന്ന പണിയല്ല. കർത്താവും സഭയും യാതൊന്നുമല്ല, ഞാനാണ് എല്ലാത്തിനും മുകളിൽ എന്നൊരു ഭാവം നല്ലതല്ല ആർക്കും, എനിക്കാണെങ്കിലും മറ്റാർക്കാണെങ്കിലും. അച്ചോ, ഇങ്ങനെ മെത്രാന്മാരെയൊക്കെ വിമർശിക്കുമ്പോൾ അച്ഛൻ്റെ ഭാവി അച്ഛൻ അപകടത്തിലാക്കുകയല്ലേ? അച്ഛനെതിരെ ഭീഷണിയുണ്ടോ? നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലും അച്ഛനെ താക്കീത് ചെയ്യുമെന്ന പേടിയുണ്ടോ? എന്നോടുള്ള ചോദ്യമാണേ. ഞാൻ എന്തിനെ പേടിക്കണേ? ആർക്കാണ് എന്നെ ഭീഷണിപ്പെടുത്താൻ കഴിയുക? മാർപ്പാപ്പയുടെ കൂടെ, പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കൂടെ മെത്രാൻ സിനഡിൻ്റെ തീരുമാനത്തിനൊപ്പം നിൽക്കണമെന്നല്ലേ ഞാൻ പറയുന്നത്. അതല്ലേ എല്ലാ മെത്രാന്മാരുടെയും നിലപാട്, ഏതാനും പേരൊഴികെ. അതുതന്നെയല്ലേ ആയിരിക്കേണ്ടത്. ഇതുതന്നെയല്ലേ ദൈവജനവും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പിന്നെ എന്തിനാ ഞാൻ പേടിക്കണേ? പിന്നെ ചില വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. അത് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതാണ്, എന്നാലും ആവർത്തിക്കുക. ഇപ്പം തലശ്ശേരി മെത്രാൻ്റെ ചോര കുടിക്കാൻ എന്ന പേരിൽ ഒരു ലേഖനം വന്നു. അതിന് ഞാൻ കൊടുത്ത മറുപടി, ആ ലേഖനത്തിന് ശീർഷകത്തിന് മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്.
അല്ലാതെ ആ മെത്രാന് ചോര കുടിക്കാൻ എന്നുള്ള ആ പദപ്രയോഗം ഉപയോഗിച്ചത് ഞാനല്ല. അവിടെ നിന്ന് വന്ന ലേഖനത്തിൽ പാമ്പ്ളാനി പിതാവിന് ചോര കുടിക്കാനോ അങ്ങനെ മറ്റൊരു ലേഖനം വന്നായിരുന്നു. ആ ലേഖനത്തിന് കൊടുത്ത മറുപടിയിലാണ് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത്. ആ ലേഖനത്തിൻ്റെ ശീർഷകത്തിനുള്ള മറുപടി അവർ ഉപയോഗിച്ച വാക്ക് ഞാൻ തിരിച്ചു വെച്ചു, അത്രയേ ഉള്ളൂ. അതിലൂടെ ഈ പാമ്പ്ളാനി പിതാവിനെ വ്യക്തിപരമായി ആക്രമിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇല്ല. ആ ലേഖനത്തിൽ എന്ത് പറഞ്ഞോ അതിന് മറുപടി കൊടുത്തു. ആ ലേഖനത്തിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത് എന്താണോ അത് പരാജയപ്പെടുത്താൻ ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു. അത് ലക്ഷ്യം കണ്ടു. ഓരോ മെത്രാനോടും എനിക്ക് വ്യക്തിപരമായ ദേഷ്യമില്ല, വൈരാഗ്യമില്ല. അങ്ങനെ വ്യക്തിപരമായ ഒരു വഴക്ക് ഞാനും ഒരു മെത്രാനുമായും ഉണ്ടായിട്ടേയില്ല. പക്ഷേ സഭയുടെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ തയ്യാറല്ല. പിന്നെ എൻ്റെ വ്യക്തിപരമായ ഭാവിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഞാൻ പുരോഹിതനായിട്ട് 34 വർഷമായി. ഇതിൽ കൂടുതൽ നല്ലൊരു ഭാവി എനിക്ക് കിട്ടാനുണ്ടോ? ഭൗതികമായി നോക്കിയാൽ പോലും ഞാൻ ഭാഗ്യം ചെയ്തവനാണ്. ഈ പൗരോഹിത്യം എന്നുള്ള ഭാഗ്യം അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ ഭൗതികമായി നോക്കിയാൽ പോലും ഞാൻ ഭാഗ്യം ചെയ്തവനാണ്. സെമിനാരി കാലത്ത് തന്നെ 22 വയസ്സുള്ളപ്പോൾ ഞാൻ പുസ്തകം എഴുതി, വിതയ്ക്കപ്പെട്ട വചനം. എനിക്ക് തോന്നുന്ന മലയാളി വൈദികരിൽ ഒരു 80% അത് ഉപയോഗിച്ചിരുന്നു. ഞാൻ 22 വയസ്സുള്ളപ്പോൾ എഴുതിയതാണത്. എഴുതി തുടങ്ങി 24ാമത്തെ വയസ്സിൽ പബ്ലിഷ് ചെയ്തു. അതായത് ഇപ്പം എനിക്ക് 61 വയസ്സായി. 80% അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ വൈദികർ ഉപയോഗിക്കുന്ന ഒരു പുസ്തകം, അത് ഞാൻ ചെമ്മാച്ചനായിരിക്കും എഴുതിയതാണ്. പിന്നെ പട്ടം കിട്ടുന്നതിന് മുമ്പ് തന്നെ തയ്യാറാക്കി തുടങ്ങിയൊരു പുസ്തകമാണ് മലയാളത്തിലെ ആദ്യത്തെ കത്തോലിക്ക ബൈബിൾ വിജ്ഞാനകോശം. അതെൻ്റെ ബ്രെയിൻ ചൈൽഡാണ്, എൻ്റെ മാനസപുത്രനാണ്. പബ്ലിഷ് ചെയ്തത് പട്ടം കിട്ടിയിട്ടാണ്, പക്ഷെ അത് തയ്യാറാക്കിയത് പട്ടത്തിന് മുമ്പാണ്. 8 സംവത്സരം ഞാൻ ഇടവകളിൽ കൊച്ചച്ഛനായിട്ടും വികാരിയുമായിട്ടൊക്കെ ഇരുന്നായിരുന്നു. ബാക്കി സമയങ്ങൾ മുഴുവൻ സെമിനാരികൾ പ്രൊഫസറായിരുന്നു, ഇന്ത്യയിലും വിദേശത്തും. രൂപത വൈദ്യ എത്ര പേർക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്? 14 രാജ്യങ്ങളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ഞാൻ എഴുതിയ ചില പുസ്തകങ്ങൾ സെമിനാരികളിലെ പാഠപുസ്തകങ്ങളാണ്. ബെനഡിക്ട് മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും പുസ്തകങ്ങൾ ഞാൻ മലയാളത്തിലേക്ക് പകർത്തി എഴുതി. അങ്ങനെ 6, 5, 11 പുസ്തകങ്ങൾ. ഇപ്പോൾ ലോകത്തെ സുറിയാനി കത്തോലിക്ക ഉള്ളവിടത്തെല്ലാം അത്യാവശ്യം ഞാൻ അറിയപ്പെടുന്നുണ്ട്. അനൗദ്യോഗികമായിട്ടാണെങ്കിലും സഭയുടെ മുഖമായിട്ട് ഞാൻ കാണപ്പെടുന്നുണ്ട്. സഭയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അകലെയിരുന്ന് പോലും നേതൃത്വം കൊടുക്കാൻ, ചെറിയൊരു നേതൃത്വം കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇതിൽ പരം എന്താണ് എൻ്റെ ഒരു ഭാവി? ഇതിൽ പരം എന്തൊരു ആനന്ദം എനിക്ക് വേണ്ടത്? അച്ഛൻ ഒരു കാര്യം കൂടി, അച്ഛൻ്റെ വീഡിയോസിന് താഴെ പോളണ്ടിൽ നിന്നുള്ള കാളകൂട വേഷം, കുത്തിത്തിരിപ്പ്, മനസ്സ് മുഴുവൻ വൈരാഗ്യമുള്ളവൻ, തനിക്ക് വേറെ പണിയില്ലേ, കാശിന് വേണ്ടി യൂട്യൂബ് ചാനൽ നടത്തുന്നു, ഇങ്ങനെ നിരവധി കമൻസ് വരുന്നുണ്ട്. അത് കാണുമ്പോൾ വിഷമമുണ്ടോ? അതുപോലെ തന്നെ മാണിപ്പറമ്പലച്ഛൻ്റെ പല ഫോട്ടോസും ഇൻ്റർനെറ്റ് തപ്പി അവർ അച്ഛനെ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. പല ചാനലുകളും അച്ഛനെതിരെ സംസാരിക്കുന്നുണ്ട്. ഇവയെല്ലാം അച്ഛനെ വ്യക്തിപരമായി ബാധിക്കുന്നുണ്ടോ, തളർത്തുന്നുണ്ടോ? എൻ്റെ ഉത്തരം, അവിടെ നല്ല കമൻസും ഉണ്ട് ഇല്ലേ? ഏതാനും കുറച്ച് മോശം കമൻസ് കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല കമൻസ് ഉണ്ട്. നല്ല ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട്. പിന്നെ മോശം കമൻസ്, മോശമായി ചിത്രിക്കുന്ന ഫോട്ടോഗ്രാഫ്സ്, ട്രോളുകൾ എനിക്ക് വേണമെങ്കിൽ ഈ കമൻറ്റ് ബോക്സ് വേണമെങ്കിൽ അടച്ചിടാമായിരുന്നു. അത് ഞാൻ ചെയ്യില്ല. പിന്നെ വളരെ വൃത്തികേടായി കമൻസ് ഇടുന്നവർ അവരുടെ വികൃതമായ മാനസിക നിലയും ലൈംഗിക ദാരിദ്ര്യവും തരംതാണ സംസ്കൃതിയും ഒക്കെ അവർ വെളിപ്പെടുത്തുന്നല്ലാതെ അത് എന്നെ എങ്ങനെ ബാധിക്കും? എന്നെ ബാധിക്കില്ല. ശ്രീബുദ്ധനാണെന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ നിങ്ങൾ തെറി പറഞ്ഞെന്ന് വിചാരിക്കുക, ആ തെറികളൊന്നും നിങ്ങൾ ഏശുന്നില്ലെങ്കിൽ ഈ പറഞ്ഞവനിലേക്ക് ഈ തെറികളെല്ലാം തിരിച്ചു പോകും. ഈ തെറികളൊന്നും എന്നെ ഏശില്ല. ഏശാത്തതിന് കാരണം അതിനകത്ത് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ. പിന്നെ എന്നെ സംബന്ധിച്ച് ഇവയൊന്നും പുത്തരിയല്ല. ഞാൻ ഇരിങ്ങാലക്കുട രൂപതയിൽ നിന്നുള്ളവനാണ്. എറണാകുളത്തിൻ്റെ വിമത നിലപാടാണ് അന്ന് ഇരിങ്ങാലക്കുട നിലനിന്നിരുന്നത്. എറണാകുളം തൊട്ട് വടക്കോട്ട് അങ്ങനെയായിരുന്നു. എന്നാൽ പട്ടം കിട്ടുന്നതിന് മുമ്പും പട്ടം കിട്ടുന്നതിന് ശേഷവും മാർപ്പാപ്പയെ അനുസരിക്കണമെന്നും സഭയുടെ കുർബാന അർപ്പിക്കണമെന്നും അന്നത്തെ മെത്രാനോടും മറ്റും ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ അതെല്ലാം എനിക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്ഷേപമായി വരുത്തി തീർക്കാനാണ് മെത്രാനോട് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത്. ഞാൻ അത് പറഞ്ഞ ഒരേ ഒരു കാര്യം, അവർ 1989 ഏകീകൃത കുർബാന ചൊല്ലാൻ തീരുമാനിച്ചു. എനിക്ക് പട്ടം കിട്ടിയത് 89 പിന്നെ 99 തീരുമാനിച്ചു. അപ്പം മാർപ്പാപ്പയുടെ തീരുമാനത്തിന് വിധേയപ്പെട്ട് നിൽക്കണം മെത്രാന്മാർ എന്നാണ് ഞാൻ പറഞ്ഞത്. മാർപ്പാപ്പയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കണം മെത്രാന്മാർ ഞാൻ പറഞ്ഞപ്പോൾ അത് മെത്രാനോട് പറഞ്ഞത്. അപ്പോൾ മെത്രാൻ അനുസരിക്കാത്ത വൈദികനെന്ന് എന്നെ പറ്റി വരുത്തിയുണ്ടാക്കി. കാര്യം മനസ്സിലായോ? മെത്രാനോട് ഞാൻ പറയാണ്, നിങ്ങൾ ഒപ്പുവെച്ചത് മാർപ്പാപ്പ അനുസരിക്കുമെന്നാണ്, ഏകീകൃത കുർബാന നടപ്പാക്കുന്നതെന്നാണ്. അത് പാലിക്കണം. നിങ്ങൾ ഒപ്പിട്ട ആ രേഖ, നിങ്ങൾ ഒപ്പ് ചാർത്തിയ സംഗതി
മാർപ്പാപ്പയെ അനുസരിക്കാമെന്നുള്ള ആ ഒപ്പ് ചാർത്തൽ അത് നിങ്ങൾ അനുസരിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മെത്രാനെ ധിക്കരിക്കുന്ന അച്ഛൻ എന്നാക്കി എന്നെക്കുറിച്ച്. അത് മെത്രാസനം വന്നിട്ട് തന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അതാണല്ലോ വിശ്വസിക്കുക, മെത്രാസനം വന്നിട്ട് പോകുന്ന വാർത്തയാണ് നാട്ടിൽ വിശ്വസിക്കുക. അപ്പോൾ മറ്റു വൈദികർ, കന്യാസ്ത്രീമാർ, പുറത്തുള്ള മെത്രാന്മാരൊക്കെ ഈ ഇരിങ്ങാലക്കുട മെത്രാസനം മന്ദിരത്തിൽ നിന്നുള്ള വാർത്തകളാണ് വിശ്വസിക്കാൻ തുടങ്ങിയത്. എനിക്ക് ഒത്തിരിയേറെ നഷ്ടങ്ങൾ വരുത്തിയത്, ഒത്തിരിയേറെ മാനഹാനിയും ധനനഷ്ടവും ഉണ്ടായി. എൻ്റെ സ്ഥാപനത്തെ പ്രസാദനം ചെയ്യുന്ന പുസ്തകങ്ങൾ വിൽക്കപ്പെടാതായി. മാർപ്പാപ്പമാരുടെ പുസ്തകങ്ങൾ പോലും വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വീണു. പുസ്തകം പ്രസാദനം ചെയ്യാൻ ചെലവിട്ട പണം പോലും തിരിച്ചു പിടിക്കാൻ പലപ്പോഴും കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ പിന്മാറിയില്ല. എൻ്റെ വ്യക്തിപരമായ നഷ്ടത്തേക്കാൾക്ക് വലുതാണ് സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ചില വിമത കോപനങ്ങൾ, മോശം ചിത്രങ്ങളുണ്ടാക്കി പ്രചരിപ്പിക്കുന്നു. മുമ്പത്തെ വീഡിയോസിൽ കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്നു. മറ്റ് ദേശരാഷ്ട്രങ്ങളിലെ സംസ്കാരമോ സാഹചര്യം അറിയാമെങ്കിലോ ഒന്ന് മറച്ചു പിടിച്ച് എൻ്റെ പ്രതിച്ഛായ മോശമാക്കാമെന്ന് വിചാരിക്കുന്നു. അതെന്നെ ബാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവരുടെ വികൃത മനസ്സ് വെളിപ്പെടുന്നു എന്നല്ലാതെ അതെന്നെ ബാധിക്കില്ല. പിന്നെ അന്ന് സഭാപത്തിൽ പ്രചരിപ്പിക്കേണ്ട ആരോപണങ്ങൾ, ധിക്കാരിയാണ്, ഇരിങ്ങാലക്കുട രൂപതയുടെ നിലപാടിനെ ചതിച്ചവനാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കുറെ കൂടി വ്യാപകമായിരിക്കുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ എൻ്റെ പേര് പ്രസാദാത്മകമായി എഴുതപ്പെടുമെന്നാണ്. അത് എഴുതപ്പെടുന്ന അത്ര പ്രസക്തമായ കാര്യമല്ല, പക്ഷെ എഴുതപ്പെടാൻ സാധ്യതയുണ്ട്. എങ്കിലും എൻ്റെ വ്യക്തിപരമായ നേട്ടത്തെക്കാൾ സഭയുടെ നന്മ, കർത്താവിൻ്റെ മഹത്വം, അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ. ഈ മാർപ്പാപ്പമാരുടെ പുസ്തകങ്ങൾ കോപ്പിറൈറ്റ് കിട്ടാൻ ഓരോ പുസ്തകത്തിനും 600 മുതൽ 2000 വരെ യൂറോ കൊടുക്കണം വത്തിക്കാന്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഒരു 54,000 രൂപ തൊട്ട് 2 ലക്ഷം രൂപ വരെ കൊടുക്കണം റോയൽറ്റിയായി. മാർപ്പാപ്പ പണം കിട്ടാൻ വേണ്ടിയാണോ ഇങ്ങനെ റോയൽറ്റി വാങ്ങിക്കുന്നത്? പക്ഷെ പണമില്ലാതെ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പുസ്തകത്തിലൂടെ ആണെങ്കിലും പ്രസംഗത്തിലൂടെ ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ. ഈ കാലയളവിലെ ഏറ്റവും നല്ല സുവിശേഷ പ്രചാരണ മാർഗമാണ് യൂട്യൂബ് എന്ന് ഞാൻ കരുതുന്നു. അത് ഉപയോഗിക്കുന്നു. അച്ചോ, ഇരിങ്ങാലക്കുട രൂപത്തിൽ പുറത്താക്കിയെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നതോ? ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാൻ നാട്ടിലില്ലേ? അദ്ദേഹത്തോട് ചോദിച്ചു നോക്കൂ. ഞാൻ പറയുന്നതിനേക്കാൾ നല്ല ഉത്തരം അദ്ദേഹം നൽകില്ലേ? ഇനി ഏതെങ്കിലും രൂപതയിലെ മെത്രാൻ ഒരു അച്ഛനെ പുറത്താക്കിയാൽ മറ്റൊരു രൂപതയിൽ പോയി വൈദികനായി ജോലി ചെയ്യാൻ പറ്റുമോ? എറണാകുളത്ത് പറ്റും. എറണാകുളത്ത് മറ്റൊരു രൂപതയിലെ പുറത്താക്കിയ വൈദികൻ വിമത വൈദികരുടെ കൂട്ടത്തിൽ വന്ന് വർക്ക് ചെയ്യുന്ന കാര്യം കേട്ടിട്ടുണ്ട്. അത് അവർ കത്തോലിക്ക രീതി പാലിക്കുന്നവരല്ല. അല്ലാതെ ലോകത്ത് ഒരു സ്ഥലത്തും ഒരു രൂപതയിൽ പുറത്താക്കിയ ഒരു അച്ഛന് മറ്റൊരു രൂപതയിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, ഒരിക്കലുമില്ല. പിന്നെ എൻ്റെ മെത്രാൻ്റെ രേഖാമൂലമുള്ള അനുവാദമില്ലാതെ ലോകത്തെ ഏതെങ്കിലും കത്തോലിക്ക പള്ളിയിലോ സ്ഥാപനത്തിലോ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുറേ നുണകൾ പ്രചരിപ്പിക്കാമെന്നല്ലാതെ അതിലൊന്നും യാതൊരു കാര്യമില്ല. എല്ലാ 3 വർഷത്തേക്കും സാധാരണ വൈദികർ കൊടുക്കുന്ന പോലെ എല്ലാ 3 വർഷത്തേക്കും എൻ്റെ മെത്രാൻ എനിക്ക് അനുവാദം എഴുതി തരികയാണ് രേഖാമൂലം. അദ്ദേഹമായിട്ട് ഞാൻ ബന്ധമുണ്ട്, സംസാരിക്കാറുണ്ട്. അദ്ദേഹം എപ്പോൾ തിരിച്ചു വിളിച്ചാലും ഞാൻ തിരിച്ചു ചെയ്യും, ചെല്ലാൻ തയ്യാറാണ്. അച്ഛൻ അവിടെ പോളണ്ടിലിരുന്ന്, അതുപോലെ ഫ്രാൻസിലും ഇറ്റലിയിലും US-ലും ഇരുന്ന് ഗ്യാലറിയിലിരുന്ന് വാചകം അടിക്കാതെ എറണാകുളത്ത് ഫീൽഡിൽ ഇറങ്ങൂ എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ. കത്തോലിക്ക സഭയിൽ ആരെങ്കിലും സ്വയം ഉദ്യോഗം ഏറ്റെടുക്കുമോ? നിയമിക്കപ്പെടുകയല്ലേ? ഉന്നതത്തിൽ നിന്നൊരു നിയമനമാണിത്, അല്ലാതെ സ്വയം ഏറ്റെടുക്കുകയല്ല. വിമതർ സ്വയം നിയമിച്ച് ചില ഇടവകളൊക്കെ ചെന്നിരിപ്പുണ്ട്, സ്ഥലം മാറ്റം കൊടുത്താലും പോകാതിരിപ്പുണ്ട്. അത് വിമതരുടെ രീതി, അതല്ല കത്തോലിക്ക സഭയിലെ രീതി. എറണാകുളത്ത് തന്നെ നിയമിച്ചാൽ ആ നിമിഷം ഞാനവിടെ വരും, തീർച്ചയായിട്ടും വരും, ഉത്തരവാദിത്തം നിറവേറ്റും, ഫീൽഡിൽ തന്നെ കളിക്കും. പക്ഷേ നിയമനം മുകളിൽ നിന്ന് വരണ്ടേ? അല്ലാണ്ട് സ്വയം ഏറ്റെടുത്ത് ഫീൽഡിൽ ഇറങ്ങാൻ പറ്റുമോ? അങ്ങനെയാണോ കത്തോലിക്ക സഭയിലെ രീതി? അച്ഛന് വേറെ പണിയില്ലേ എന്ന് പലരും ചോദ്യം ഉന്നയിക്കുന്നു. എന്തുമാത്രം വീഡിയോസാണ് ഓരോ ദിവസം ഇടുന്നത്, അല്ലെങ്കിൽ എത്രയും ലെങ്ത്തുള്ള വീഡിയോസാണ്. എന്നെ അറിയുന്ന ആരെങ്കിലും ഇങ്ങനെ പറയുമോ വേറെ പണിയില്ലേ എന്ന് ചോദിക്കുമോ? പണ്ട് മുതലേ, സെമിനാരിക്കാലം മുതലേ റെക്ടറസിന് അനുവാദത്തോടെ രാത്രി വർക്ക് ചെയ്തിരുന്ന ആളാണ് ഞാൻ. 2-3 മണിക്കൂർ ഉറങ്ങുകയും ബാക്കി സമയം മുഴുവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. ഇക്കൊല്ലം മാത്രം ഇപ്പോൾ ജർമ്മനി, അമേരിക്ക, ഇറ്റലി, ഫ്രാൻസ്, പോളണ്ട്, ഇങ്ങനെ പല രാജ്യങ്ങളിലും അവിടുത്തെയുള്ള പല സംസ്ഥാനങ്ങളിലും ക്ലാസ്, ധ്യാനം, കോൺഫറൻസ്, അങ്ങനെ എന്തുമാത്രം യാത്രകൾ. 61 വയസ്സിനുള്ളിൽ ഞാൻ 104 പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധപ്പെടുത്തി. അടുത്ത മാസം ഒരു പുസ്തകം കൂടി ഇറങ്ങും, അപ്പോൾ 105. അതിൻ്റെ പലതിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? 3 കിലോ തൂക്കമുണ്ട് ആത്മാവിൻ്റെ വളർന്ന പുസ്തകത്തിന്. പിന്നെ അപ്പോൾ ഞാൻ എന്തുമാത്രം സമയം സഭയ്ക്ക് വേണ്ടിയും
കർത്താവിന് വേണ്ടിയും തിരുവചനത്തിന് വേണ്ടിയും ചെലവഴിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. കാരണം ഒരാൾക്ക് സാധാരണയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എനിക്കൊരു 30ാമത്തെ വയസ്സിലോ മറ്റോ എനിക്ക് ചെറിയൊരു രോഗം വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. അന്ന് എനിക്ക് വന്ന 2 കത്തുകൾ കിട്ടിയത് 30ാമത്തെ വയസ്സിലാണ് പറയണേ. രണ്ടിനെയും കണ്ടന്റ് ഏകദേശം ഒന്ന് തന്നെയായിരുന്നു. അച്ഛന് സമാധാനത്തോടെ മരിച്ചോ. ഒരു 300 വയസ്സിനുള്ളിൽ ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ അച്ഛൻ 30 വയസ്സിൽ ചെയ്തു എന്നാണ്. 2 കത്തിനകത്തും അങ്ങനെ തന്നെയായിരുന്നു. അതായത് അതിൻ്റെ ഒരു ബേസിക് കണ്ടന്റ് ഞാനത് പറഞ്ഞു വന്നത് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ എഴുതിയതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരു പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ടല്ല. വളരെ കുറച്ച് ഉറങ്ങുകയും വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുകയും ബാക്കി സമയം മുഴുവൻ കർത്താവിൻ്റെ സഭയ്ക്കും കർത്താവിനും വേണ്ടി തിരുവചനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഈ ലിറ്റർജിയിലെ ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ പോലും ഞാൻ മനഃപൂർവ്വം ഇറങ്ങിയതല്ല. ഈ എറണാകുളത്തെ ലിറ്റർജി പ്രശ്നത്തിലേക്ക് ഞാൻ മനഃപൂർവ്വം ഇറങ്ങി തിരിച്ചതല്ല. ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയണു, കർത്താവിനെ നിർബന്ധിച്ചതിലേക്ക് തള്ളിയിട്ടതാണ്. അതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയണമെന്നില്ല. പക്ഷേ എനിക്ക് നല്ല തീർച്ചയുണ്ട് അക്കാര്യത്തിൽ. ഈ യെരമ്യ പ്രവാചകൻ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നണേ. കർത്താവിനെ വശീകരിച്ച് വഞ്ചിച്ചിരിക്കുന്നു. ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് യെരമ്യ പ്രവാചകൻ. കർത്താവിനെ വശീകരിച്ച് വഞ്ചിച്ചിരിക്കുന്നു. പക്ഷേ അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഞാനതിൽ സന്തോഷിക്കുന്നു. ആ ആനന്ദമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.